അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇപ്പോൾ അജ്മീർ ഷെരീഫിലാണുള്ളത്, ബഹുമാനപ്പെട്ട ഹാജയുടെ അരികിൽ. ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെയോ മറ്റു ചാനലുകളിലൂടെയോ ഇതുവരെ ഞാൻ എഴുതാത്തതും പറയാത്തതുമായ ഒരു വിഷയമാണ് ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ തെരുവുകളിലൂടെ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് കെട്ടി തെറിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. കുരുവട്ടൂർ വിഭാഗം. കേരളത്തിൽ ഒരുപാട് ത്വരീക്കത്തുകൾ വിഭാഗങ്ങൾ വന്നുപോയിട്ടുണ്ട്. അവരൊക്കെ അവരൊരു ആധ്യാത്മിക സരണിയാണെന്ന് വാദിക്കുന്നതോടൊപ്പം അവരവരുടേതായ പണിയെടുത്ത് പോക്കാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ കൂട്ടർ മാത്രം ഇങ്ങനൊരു വിഭാഗം ഉണ്ടാവുകയും മുന്നേ ഉണ്ടായ സംഘടന, ഏത് സംഘടനയിൽ നിന്നാണോ ഇറങ്ങിപ്പോകുന്നത് ആ സംഘടനയെ സ്റ്റേജ് കെട്ടി ഇങ്ങനെ അവമതിക്കുക, കളവ് പ്രചരിപ്പിക്കുക, തോന്നിവാസങ്ങൾ പറയാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു അജണ്ട. അതൊന്ന് ചെറിയൊരു അനുഭവസ്ഥ നിലക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ കുരുവട്ടൂർ വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഹാഫിള് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ചു കാലം കിതാബ് കേട്ടൊരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് ആളുകൾ. ഒരു സൽവൃദ്ധനായ വ്യക്തി എന്നുള്ള നെഹ്നു നഹ്കുമു ബില്ലാഹി, അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സൽപ്രവർത്തികൾ കണ്ടിട്ടാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ തുടർന്നത്. സ്വാഭാവികമാണ്, നമുക്ക് ആരുടെയും ഹൃദയം തുറന്നു നോക്കാനോ മറ്റോ കഴിയില്ലല്ലോ. പ്രത്യക്ഷത്തിലുള്ള പണികളും ചെയ്തുകളൊക്കെയാണ് നമുക്കൊരു വ്യക്തിയെ തുടരാനും പിന്തുടരാനും അതുപോലെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ വിഭജിച്ചു പോകാനൊക്കെ ഉള്ള കാരണം. ആരുടെയും ഹൃദയം അറിഞ്ഞിട്ടെന്നല്ലേ നമുക്ക് കൂടാൻ കഴിയുക. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സൽവൃദ്ധ പ്രവർത്തികളൊക്കെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ കൂടിയത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ദുശ്ചെയ്തികൾ അദ്ദേഹത്തിൽ നിന്ന് വെളിവായതുകൊണ്ട് തന്നെയാണ് സമസ്ത 10-12 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ തീരുമാനമെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ചില അനുഭവങ്ങളാണ്. ഇത്രകാലം ഞാൻ ഇതാരോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെയും അറിയാം. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരം മധു പറഞ്ഞൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദൊക്കെ. അതുപോലെ മടവൂർ ഷെയ്ഖുനയുടെ മധു പറയുമ്പോഴൊക്കെ പറയും, നമ്മുടെ ഏറ്റവും വലിയ ഞാമത്ത് മടവൂർ ഷെയ്ഖുന നമുക്ക് താജുൽ ഉലമയെയും അതുപോലെ കമറുൽ ഉലമയൊക്കെ നമുക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഞാമത്ത് എന്നൊക്കെ മുപ്പര് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേട്ട് രോമാഞ്ചം അടഞ്ഞ ടീമുകളാണ് നമ്മളൊക്കെ. അവരെന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറയും, എന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനുള്ളിൽ എന്നെ നിങ്ങളെ കാട്ടിപ്പായിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കറാമത്തായി പറയും. കാരണം മൂപ്പര് അതിന്റെ ഇടയിൽ കൂടി സംഘടനാ നേതൃത്വത്തിനെതിരെയും സമസ്തക്കെതിരെയൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് തന്നെ അറിയാം, ഇത് പിടിച്ചാൽ എന്നെ എന്തായാലും സംഘടന വിലക്കുന്നൊക്കെ മൂപ്പർക്ക് അറിയാം. എന്നിട്ട് പറയും സംഘടന വിലക്കും എന്നൊക്കെ പറഞ്ഞ മൂപ്പരൊരു ഭയങ്കര വൈബ് അറിയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അറിയുന്ന പോലെ മൂപ്പരിങ്ങനെ പറയും. അങ്ങനെ ഞാൻ മൂപ്പര് അന്നിങ്ങനെ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ മൂപ്പർക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സേവകൻ നിലക്ക് ഞാൻ ഒരിക്കൽ മൂപ്പരോട് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മൾ അതിയായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഞാൻ ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും എതിർക്കുമ്പോൾ നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് മൂപ്പര് പറയത്, നീ ബഹുമാനപ്പെട്ട സുൽത്താനുലമയും അബ്ദുൽ ഹക്കീം അസേരി ഉസ്താദും പറയുന്നിടത്ത് മാത്രം നിന്നാൽ മതി, അതിനപ്പുറം ഇപ്പുറം പോകണ്ടെന്ന് പറയും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ധൈര്യമായിട്ട് പറയാം. കാരണം സമസ്ത എടുത്ത തീരുമാനമാണ് മൂപ്പരപ്പനെ കൂടേണ്ടത്. ആ സമസ്ത തന്നെ പറഞ്ഞത് മൂപ്പരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല. മൂപ്പര് എന്നോട് പറയാം, നീ ഹക്കീം അസേരിയും സുൽത്താനുലമയും പറയുന്നിടത്ത് നിന്നാൽ മതി എന്നുള്ളത്. ഇവർ അന്നേ ഇങ്ങനെ പറഞ്ഞു വെക്കലുണ്ടായിരുന്നു. കാരണം മൂപ്പരയിൽ നിന്നുള്ള ദുശ്ചെയ്തികൾ വെളിവായി തുടങ്ങിയപ്പോൾ. പിന്നീട് ഇത് കൂടുതൽ പ്രകടമായത് ഒരു വ്യാഴാഴ്ച രാത്രി ഞാൻ മൂപ്പര വീട്ടിൽ കുരുവട്ടൂർ കോമങ്കോട്ട് താഴത്ത് ഞാൻ ഇടക്കിടക്ക് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു രാത്രി ഞാനും മുഹമ്മദ് രാമന്തള്ളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, രാമന്തള്ളി മുഹമ്മദ്, അയാളും മുജീബും ഇദ്ദേഹത്തിന്റെ ഡ്രൈവറായ മുജീബും ഒരു വ്യാഴാഴ്ച രാത്രി ഒരു യാത്രയിലാണ്. അപ്പം രാമന്തള്ളി മുഹമ്മദ് എന്നോട് പറഞ്ഞു, നാളെ ചാനലിലൂടെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടാണ്ട്, അത് സംഘടനയെ ഭയങ്കരമായിട്ട് പിടിച്ചു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ രാമന്തള്ളിനോട് ചോദിച്ചു, രാമന്തള്ളി എന്താ സംഗതി എന്ന് പറഞ്ഞു. സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ രാമന്തള്ളി എന്നോട് വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രാമന്തള്ളിയാണ് അത് ചില പൊയ്മുഖങ്ങളൊക്കെ കാണിക്കാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതിനൊരു കൾട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടു. ഞാൻ ചോദിച്ചു, ചാനലിലൊക്കെ പോകണമെങ്കിൽ പൈസ വേണമല്ലോ, ഇന്ത്യ വിഷൻ ചാനലാണെന്ന് തോന്നുന്നു, 12 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ ചോദിച്ചു, ചാനലിൽ പോകണമെങ്കിൽ പൈസ വേണ്ടേ, നിങ്ങൾക്ക് എവിടെയാ പൈസ എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് ഹാഫിൾ ഉസ്താദ് തന്നിരുന്നു രാമന്തള്ളി പറഞ്ഞു. ഒരു വ്യാഴാഴ്ച രാത്രിയാണ്. അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുന്നായിട്ട് രാമന്തള്ളി ചാനലിലൂടെ കുറെ അസഭ്യമായ വർത്തമാനങ്ങളും ഇല്ലാ കഥകളും കളവുകളൊക്കെ ഔട്ട് ചെയ്തു. ഞാൻ അന്ന് രാത്രി തന്നെ മൂപ്പരടുത്തെത്തി. കുരുവട്ടൂരുള്ള മൂപ്പര വീട്ടിൽ അന്ന് രാത്രി തന്നെ എത്തി. എനിക്ക് ചില പൂച്ചപ്പാസ് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനൊക്കെ. അങ്ങനെ ഞാൻ ചോദിച്ചു, രാമന്തള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ രാമന്തള്ളി എന്നോട് തലേന്ന് പറഞ്ഞു, എനിക്ക് ചാനലിൽ പോകാനുള്ള പൈസ തന്നത് കുരുവട്ടൂർ ഹാഫിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കുരുവട്ടൂർ ഹാഫിൾ പറഞ്ഞു, ഓ കളവ പറഞ്ഞത്, ഓ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു.
ആ മൂപ്പരൻ എന്നോട് പറഞ്ഞത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പരും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കളി അന്നേ ഇദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നെ അതിലൊക്കെ പല സിറ് എന്നുള്ള ആൾ പറയും, എല്ലാത്തിലും രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ അങ്ങനെയല്ല എന്നുള്ളത് സ്വന്തം മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നെ മൂപ്പര് ക്ലാസ്സിലും അതുപോലെ ചില ഒറ്റക്കളി ഇരുത്തത്തിലൊക്കെ മൂപ്പര് പറയുന്ന വർത്താനാണ് എന്നോട് ത്വാഹ ഷെയ്ഖ്, ഏതായി ത്വാഹ ഷെയ്ഖ് എന്നുള്ള നമുക്ക് അറിയില്ല കേട്ടോ, ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ മരിച്ചുപോയ വ്യക്തിയാണോ അറിയില്ല, മൂപ്പര ഷെയ്ഖാവല്ലോ ത്വാഹ ഷെയ്ഖ് മൂപ്പരോട് ഇങ്ങനെ പറയാറുണ്ട് പോലും, സുൽത്താൻ ഉലമയുടെ കൂടെ അടിയുറച്ചു നിൽക്കണം എന്ന് പറയാറുണ്ട് പോലും. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ സുൽത്താൻ ഉലമയുടെ അവസ്ഥ എന്താ, സുൽത്താൻ ഉലമ നമ്മൾ ഈ കാണുന്നതല്ല, സുൽത്താൻ ഉലമ അത് വേറൊരു ലെവലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കും. ഈ കാന്തപുരസ്ഥാനെ കുറിച്ച്. ഈ കാന്തപുരസ്ഥാനാണ് കഴിഞ്ഞ ആഴ്ച മൂപ്പര് കുരുവട്ടൂര് എന്താ ഹിക്മത്ത് സൂഫി ആ പ്രോഗ്രാമിൽ വെച്ച് വളരെയധികം അസഭ്യം പറഞ്ഞത്. അപ്പൊ സുൽത്താൻ വേറെ ലെവലിലാണെന്ന് മൂപ്പര് നമ്മളോടൊപ്പം പറയാം. മൂപ്പരെ മരിച്ചുപോയ ഷെയ്ഖായ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖാണ് ത്വാഹ ഷെയ്ഖ് മൂപ്പരൊക്കെ കൊടുത്ത വസിയത്ത് തന്നെ സുൽത്താൻ ഉൾപ്പെടെ കൂടണം എന്നാണ്. ആ ത്വാഹ ഷെയ്ഖ് പറഞ്ഞതിനെതിരാണ് മൂപ്പര് പറയുന്നത്. എന്നിട്ട് മൂപ്പര് പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്റെ ഡയറി എടുത്തൊക്കെയാണ് ഏത് ഡേറ്റിൽ എപ്പം പറഞ്ഞത്. ത്വാഹ ഷെയ്ഖ് മൂപ്പരോട് പറഞ്ഞു പോലും സുൽത്താനുൽ ഉലമ ഇല്ലെങ്കിൽ ദീനില്ല എന്നൊക്കെ മൂപ്പരോട് പറഞ്ഞു. അപ്പോ നമ്മളോട് ക്ലാസ്സിൽ പറയുന്ന വേറൊരു കാര്യമാണ്, കാന്തപുര ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തിഖാമത്താണ്. അഹ്ലുസുന്നയിൽ അടിയറച്ചു നിന്നുള്ള ഇസ്തിഖാമത്താണ് കാന്തപുര ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇപ്പൊ ഈ കറാമത്തൊന്നും ഇല്ലേ, ഇപ്പൊ ഈ ഇസ്തിഖാമത്തൊന്നും ഇല്ലേ? അപ്പൊ നിങ്ങളോട് മടവൂർ ഷെയ്ഖുന നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതും നിങ്ങളോട് കുട്ടിക്കാലത്ത് പറഞ്ഞു എന്നുള്ളതും നിങ്ങളെ ഉപ്പ സമസ്തയിൽ ഇങ്ങനെ രാഷ്ട്രീയക്കുഴപ്പമുണ്ടായ സമയത്ത് പോയി ചോദിച്ചപ്പോൾ കാന്തപുര ഉസ്താദിനെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞെന്നും ഇപ്പം മുകളിലേക്ക് എടുക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് മൂപ്പര് നടക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഇത്ര കാലമായിട്ട് ഈ വിഷയം പറയാതിരുന്നത് എന്തെങ്കിലുമൊക്കെ നന്നാവുന്നുള്ള ഒരു ഹുസ്നു തന്നെ വെച്ചിട്ടായി. പക്ഷെ ഇപ്പൊ എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറച്ചിൽ കൊണ്ട് ഒരാളെങ്കിലും ആ കൂടാരത്തിൽ നിന്നും, ആ ദുഷിച്ച കൂടാരത്തിൽ നിന്ന് മാറി വരികയാണെങ്കിൽ അതൊരു ഹൈറാണെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ലൈവിൽ വരുന്നത്. 2017 ഒരു സ്ഥാപനത്തില് മൂപ്പരെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപകർ പല തമാശകളും പറയും, പല തമാശകൾ രസിപ്പിക്കുന്നതും അതുപോലെ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വേറൊരാൾക്ക് അയച്ചു കൊടുക്കാം. വേറെ അറിയില്ല, ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന, വൈകുന്നേരം പറഞ്ഞത് രാത്രി മാറ്റി പറയുന്ന, അതിന് CD മറുപടി പറഞ്ഞതിന് വേറെ CD ഇറക്കി, ആ CDക്ക് വേറെ മറുപടി അറിയുന്ന ഒരു ചങ്ങായിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് ഉസ്താദ്മാർ പൊക്കി പുറത്താക്കി. അപ്പൊ ആ കുട്ടി പറഞ്ഞത് ഞാനിങ്ങനെ കുരുവട്ടൂർ പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പുള്ളിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ആ വാട്സപ്പ് മെസ്സേജ് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. പുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്, ആ ചാറ്റൊക്കെ ഇപ്പോൾ എന്റെ ഫോണിലുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്തൊരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊന്നും ശരിയായ ഏർപ്പാടല്ലല്ലോ, നിങ്ങൾ എങ്ങനെയല്ലല്ലോ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഇത്തരം ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങനത്തെ റെക്കോർഡ് ചെയ്യാനോ ഇങ്ങനത്തെ നിഫാഖിന്റെ പ്രവർത്തികൾ ചെയ്യാനോ ഞാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള മറുപടി പറഞ്ഞു. ആ മറുപടി എന്റെ ഫോണിലുണ്ട്. ഇതിപ്പോ പറയാൻ കാണുന്നതാണ്, അലിക്കഴിഞ്ഞ റമദാനിൽ നോളജ് സിറ്റിയിൽ സുഹബ എന്നുള്ള പരിപാടി നടക്കുകയും അതിലേക്ക് മനഃപൂർവ്വം ഒരു കുട്ടിയെ പറഞ്ഞയച്ച്, അതുപോലെ മറ്റേ കാട്ടുവളപ്പിൽ നൌഷാദ് എന്ന ഒരു ചങ്ങായി രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കാൻ സമയം നമ്മളൊക്കെ ആ വിഷയത്തിൽ ദൃക്സാക്ഷികളാണ്. ഓന്റെ ചാറ്റും ഓന്റെ വോയിസും അതുപോലെ ഓന്റെ ചാറ്റും ഓനെ എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി എന്നുള്ളതും അതുപോലെ ഒരു പയ്യനെ പറഞ്ഞൊക്കെ ചാറ്റ് ഞങ്ങൾ കണ്ടതാണ്. ദൃക്സാക്ഷിയായ സംഗതിയാണ്. നമുക്ക് നമ്മുടെ കണ്ണിനെയും നമ്മൾ അറിഞ്ഞതിനെയും നമുക്ക് കളവാക്കാൻ കഴിയില്ലല്ലോ. ഇത്തരത്തിലുള്ള സംഗതി ഇയാൾ അറിവോടാണ് ചെയ്യുന്നത്. കാരണം ഇയാൾ പിറ്റത്തെ ആഴ്ച പ്രസംഗിക്കുന്നുണ്ട്, കണ്ടില്ലേ, 1000 രൂപ കൊടുത്താൽ നോളജ് സിറ്റിന് സർട്ടിഫിക്കറ്റ് കിട്ടും, പങ്കെടുക്കണമെന്നില്ല സുഹബാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കിക്കൊണ്ട് ഈ ഹാഫിൽ നാൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഇയാൾ മനഃപൂർവ്വം ഇത്തരത്തില് ഈ നൌഷാദിനെയും കാട്ടുവളപ്പിൽ നൌഷാദിനെയും പിന്നെ ഇയാളുടെ പെങ്ങളെ കല്യാണം കഴിച്ച ചങ്ങ അയാളെയും പിന്നെ തൃശ്ശൂരിലുള്ള തൊഴിയൂരിനെയൊക്കെ ഇങ്ങനെ ഇതിനായിട്ട് പറഞ്ഞേക്കാണ്. ഞാനിതിലൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലായിരുന്നു പണ്ട് എന്നോട് ചാറ്റ് ചെയ്ത്. ഞാൻ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ തസ്ഫിയത്തിലും തസവുഫിലും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നിഫാക്കിന് വേണ്ടി ആളയക്കുന്നത്. അതുകൊണ്ട് ഈ കൂടാരത്തിൽ കുടുങ്ങിയ ഒരാളെങ്കിലും ഈ കൂടാരത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് വലിയൊരു ഹൈറാണെന്ന് എഴുതി ഈ ലൈവിൽ വന്നത്. ഞാൻ ഹാജയെ മുൻനിർത്തിയിട്ടാണ് ഈ പറയുന്നത്. കാരണം ഈ പറഞ്ഞതിലൊന്നും കളവില്ല, നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് കളവുകൾ എന്ന് പറഞ്ഞാൽ ഈ രാമന്തള്ളി മുഹമ്മദിനെ പിടിച്ചു വെച്ചാലും അയാളും ഇത്തരം അനുഭവങ്ങൾ പറയും. അയാൾ ഇപ്പോൾ എന്തെന്നുള്ളത് എനിക്കറിയില്ല, അയാളോട് ചോദിച്ചാൽ മതി. ഇയാൾ ഡബിൾ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് രാമന്തള്ളി മുഹമ്മദിന് അറിയാം. പിന്നെ ഈ കാട്ടുവളപ്പിൽ നൌഷാദാവട്ടെ, ഇവരൊക്കെ നിലവിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാത്തതുകൊണ്ടും ഒരു സ്ഥാപനത്തിലോ അതുപോലെ മേലിറങ്ങി പണിയെടുക്കാനോ അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു വകതയോടെ നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നത്. അല്ലാതെ ആ വിഷയത്തിൽ ഒരു സത്യസന്ധത പുലർത്തിയിട്ടൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു ഉള്ളിൽ പണ്ട് സ്നേഹിച്ച ഒരു വ്യക്തി നിലക്ക് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് പറയാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇദ്ദേഹത്തെ നമുക്ക് ഒരു വിധത്തിലും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല. എന്തെങ്കിലുമൊക്കെ നന്നായി തൗബ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന അന്ന് തീരുമാനിക്കാം. ഈ അവസരത്തിൽ ഏതായാലും അയാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല. തനിച്ച കപടത കൊണ്ടുനടക്കുകയും കളവുകൾ ഒരുപാട് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അസ്സലാമു അലൈക്കും.